പേയ്മെൻറ്റ് കോട്ട അന്ന് 1997 32,000 രൂപയായിരുന്നു വർഷത്തെ ഫീസ്. അതച്ഛൻ ആദ്യം പറഞ്ഞു, നിനക്ക് 32,000 രൂപ പെർ ഇയർ കൊടുത്തൊന്നും ഞാൻ പഠിപ്പിക്കില്ല. അപ്പം 4,000 രൂപയാണ് ഗവൺമെൻറ് കോട്ട, അതായത് മെറിറ്റിൽ വരുന്ന ആൾക്കാൾ. അപ്പം 4,000 രൂപ ഞാൻ ഒപ്പിച്ചോളാം. അപ്പം അങ്ങനെ എനിക്ക് അത്യാവശ്യം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നല്ല മാർക്സ് കിട്ടി. അങ്ങനെ എൻജിനീയറിംഗിന് അഡ്മിഷൻ എടുത്തു. പക്ഷേ എൻജിനീയറിംഗിന് ജോയിൻ ചെയ്തിട്ടും എൻ്റെ ഇൻക്ലിനേഷൻ മൊത്തം ക്രിക്കറ്റിനോടായിരുന്നു. ഞാനൊരു ഭയങ്കര കളിക്കാരനൊന്നും ആയിരുന്നില്ല, പക്ഷേ ചിലപ്പം ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പം നല്ലപോലെ കളിച്ചേനെ. അച്ഛൻ്റെ ഞാൻ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ക്രിക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ ഒന്ന് ട്രെയിനിങ്ങിന് വിട്ടാലോ. അപ്പം നിവിനെ ജോയ് മാത്യു സാറ് ചീത്ത പറയുന്ന പോലെ അച്ഛനും എന്നെ കുറേ ചീത്ത പറഞ്ഞു. പിന്നെ അതോടെ പിന്നെ ഞാൻ എൻ്റെ സ്വപ്നം മാറ്റിവെച്ചു. പിന്നെ സംഹൗ ഐ മാനേജ് ടു ക്ലിയർ മൈ ഫൈനൽ ഇയർ എക്സാംസ് ആൻഡ് ഐ ഗോട്ട് മൈ ഡിഗ്രി. പിന്നെ ജോലി കിട്ടി. ഇന്നിപ്പോൾ നിങ്ങൾ മൈനിങ് എഞ്ചിനീയറിങ്ങിനെ പറ്റി എന്തെങ്കിലും എൻ്റെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ മൈനിങ് എഞ്ചിനീയറാണെന്ന് മാത്രമേ എനിക്കറിയാം, ബാക്കി എനിക്കൊന്നും അറിയില്ല. ഞാനാകെ 2 മാസമാണ്, അല്ല ടു ബി പ്രിസൈസ് ഒരു മാസമാണ് ഞാൻ അന്ന് ബീഹാറിലായിരുന്നു, റാഞ്ചിയിൽ ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നാഗ്പൂരിലും ഞാൻ റാഞ്ചിയിലും. എനിക്ക് അമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ജോലിയൊക്കെ വിട്ടിട്ട് ഞാൻ തിരിച്ച് നാഗ്പൂരിലേക്ക് എത്തി. പിന്നെ ഞാൻ സെയിൽസിലേക്ക് പോയി. സെയിൽസിൽ ICICI ബാങ്കിൽ വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം അച്ഛൻ റിട്ടയറായിട്ട് കേരളത്തിൽ വന്നു. ഞാൻ വീണ്ടും അമ്മയെ കാണാണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അമ്മയുടെ പുറകെ നാട്ടിലേക്ക് വന്നു. എന്നിട്ട് ബിർള സൺ ലൈഫ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്തു, കോട്ടയത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എയർടെൽ വെച്ചാണ് ഞാൻ സിനിമയിൽ വരുന്നത്. യാദൃശ്യമായിട്ട് ശ്രീ MG ശ്രീകുമാറിന് ഒരു എയർടെലിൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോയി. അദ്ദേഹം എന്നെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇങ്ങനെ ഹരിഹരൻ സാറ് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ പുതിയ പടം മയൂഖത്തിൽ ഹീറോയ്ക്ക് വേണ്ട അപ്പിയറൻസ് എന്തായിരുന്നു, പുതുമുഖത്തിനെയാണ് നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് 6 അടി ഉയരമുള്ളൊരു ആള്, 10-21 തൊട്ട് 25 വയസ്സ് പ്രായം. 6 അടി എനിക്കില്ല, ഞാൻ 5-11 ഉള്ളൂ, പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തു. വെളുത്ത നിറം, വലിയ കണ്ണ്, നീണ്ട മൂക്ക്. പിന്നെ ഒരു കൺവെൻഷണൽ ഹീറോ ലുക്ക് പാടില്ല, അയാൾക്ക് വില്ലനും ചെയ്യാൻ പറ്റണം, എന്നാൽ ഹീറോ ലുക്കും വേണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെലക്ട് ആയത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പം ഞാനിത് പറഞ്ഞത് നിങ്ങളെല്ലാവരും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള നല്ല മിടുക്കന്മാർ ആണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാൻ എൻ്റെ അവസ്ഥയെ പറ്റി ഞാൻ ഓർത്തു പോയതാണ്. നിങ്ങളെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയി. ഞാനൊന്നും നിങ്ങളുടെ പ്രായത്തിൽ ഒരിക്കലും ഇത്രയും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. എന്തായാലും ഞാൻ വന്ന കാര്യം ചെയ്യാം. താണ്ഡവ 2016 ഞാൻ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. താങ്ക്സ് അലോട്ട്. Thank you so much, sir. Thank you so much for your inspiring words. ഓരോ ദീപനാളവും ഒരു പുത്തൻ പ്രത്യാശയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ് പ്രതീക്ഷയാർന്ന തിരുനാളങ്ങൾ. Now, I invite all the dignitaries to light the lamp and symbolically inaugurate this grand function. Saiju sir.
ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് MBC സ്റ്റുഡൻസിന് സാറുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് പറഞ്ഞു. So ladies and gentlemen, we have an interactive session with Saiju sir. ആർക്കും എന്തും സാറിനോട് ചോദിക്കാം. സാറിനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. മൈക്രോഫോൺ അവിടെ നൽകിയിട്ടുണ്ട്. ഈ മൈക്രോഫോൺ സാറിന് കൊടുക്കുന്നതായിരിക്കും. Ladies and gentlemen, Mr. Saiju Kuru. മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റൊരു സിനിമയാണ് ആട് ഒരു ഭീകരജീവിയാണെന്ന സിനിമ. അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും നെഞ്ചിലേറ്റിയ ഒരു കഥാപാത്രമാണ് അറക്കൽ അബു. അപ്പൊ അറക്കൽ അബുവിന്റെ ആ ഇൻട്രോ ഡയലോഗ് ഒന്ന് ചേട്ടൻ പറയാമോ? പറഞ്ഞൊരു ഡയലോഗ് റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ അത്ര ഒക്കില്ലായിരിക്കും. മുൻകൂർ ഞാൻ കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കൈ അറുത്തപ്പോ കട്ടച്ചോരയാ മുഖത്ത് തെറിച്ചത്. അത്രയ്ക്കും വരലൊരു പ്രിയനാള് ഇതിനെ വണ്ടി കയറ്റി ക്ലീറ്റസ് ആയി. ആടുന്ന സിനിമയുടെ 2ാം ഭാഗം ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടു. അതിലാണ് ഞാൻ അറക്കലാബു എന്ന ക്യാരക്ടറിനെ പ്രതീക്ഷിക്കാമോ? ഏത് ക്യാരക്ടർ? അറക്കലാബു. അറക്കലാബു കാണും. ആടെന്ന് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ആടെന്ന് പറഞ്ഞ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് പ്ലാനിങ്ങിലാണ്. പക്ഷെ അതിനൊരു കഥ കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും നല്ലൊരു തോട്ട് വരുവാണെങ്കിൽ ആ തോട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ആരെങ്കിലും അറിയിക്കുക. ഫ്രൈഡേ ഫിലിംസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. ആടും അവരാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അവരൊരു നല്ല കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതൊരു ചെറിയ തോട്ടായാലും കുഴപ്പമില്ല. അടുത്തല്ല മിഥുൻ മേനോൻ തോമസ് ആണ് ഡയറക്ടർ. അദ്ദേഹം ഇപ്പൊ സണ്ണി വെയിനെ വെച്ചൊരു പടം ചെയ്യാൻ പോവാണ്. അതിന് തുടർച്ചയായി ആട് സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. കഥ കിട്ടാത്തതിൻ്റെ ഒരു താമസമാണ്. കഥ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വരുന്നതായിരിക്കും. First of all, I would like to welcome you back to this college. We are very privileged to have you here. My question to you is, how did you feel after coming to this college today? എനിക്ക് കോളേജിനെ പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടുത്തെ 2 സ്റ്റുഡൻസ്, ക്യാൻസിനെയും പിന്നെ രാഹുലിനെയും, 2 തറവാടികളായ സംസ്കാരികളായ 2 സ്റ്റുഡൻസിനെ അവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. അവരെ കണ്ടപ്പോൾ തന്നെ ഈ കോളേജിനെ ഞാനൊന്ന് അളന്നു. അത് ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഉഗ്രൻ ബ്രില്യൻ കോളേജാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി, രോമാഞ്ചം തോന്നി. അതായത് എന്താ പറയുക, ഒരു സൂപ്പർ സ്റ്റാർ വന്ന് ഇറങ്ങിയ പോലത്തെ ഒരു വരവേൽപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയ സംഭവം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, പൂ എറിയലും പരിപാടിയൊക്കെ. പക്ഷേ നിങ്ങളത് ചെയ്തു. താങ്ക്സ് അ ലോട്ട്. എൻ്റെ രാഹുൽ ക്യാൻസർ ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ, ആ പൂ എറിഞ്ഞതിൻ്റെ പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വാട്സാപ്പ് ചെയ്ത് തരണം. എനിക്ക് എൻ്റെ ഭാര്യയെ കാണിക്കാനാണ്. എനിക്ക് പുറത്ത് കുറച്ച് വാല്യൂ ഉണ്ടെന്നുള്ളത് അവരും മനസ്സിലാക്കട്ടെ. ശശി ചേട്ടാ, ഇത്രയും നാൾ അഭിനയിച്ച സിനിമകളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഒരു 10 ക്യാരക്ടേഴ്സ് പറയാൻ പറ്റും. ഒരു ക്യാരക്ടറായിട്ട് പറയുവാണെങ്കിൽ അഫ്കോഴ്സ് എൻ്റെ ഫസ്റ്റ് പടം തന്നെ മയൂഖത്തിലെ ഉണ്ണികേശവൻ. പക്ഷെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പറഞ്ഞു. കർമ്മയോഗി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കർമ്മയോഗി. അത് നിങ്ങളാരും അറിഞ്ഞു കാണൂല, വന്നുപോയി. 2010-11 കണ്ടാണ്. VKP ആയിട്ട് ഞാൻ ചെയ്ത ആദ്യത്തെ പടം. അത് നമ്മുടെ ഹാംലെറ്റ്, ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിന്റെ അതിനെ ബേസ് ചെയ്തായിരുന്നു അതിന്റെ മലയാളി ആവിഷ്കാരം. അതിനകത്ത് കാന്തൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി ടി വിയിലൊക്കെ അത് കാണിക്കുമെന്നറിയില്ല. അതിൽ അവർ TRP റേറ്റിംഗ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പം അത് വലുതായിട്ട് ആൾക്കാർ കാണാത്ത കാരണം ചിലപ്പോൾ അവർ കാണിക്കില്ല. എപ്പോഴെങ്കിലും കാണാൻ ചാൻസ് കിട്ടുവാണെങ്കിൽ ഒന്ന് കാണുക. പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിലെ ഷിബു വെള്ളായിനി, ഹോട്ടൽ കാലിഫോർണിയയിൽ ഞാൻ ഡബിൾ റോൾ ചെയ്തു ആദ്യമായിട്ട്. അതിൻ്റെ അകത്ത് 2 ക്യാരക്ടേഴ്സ് തരുൺ സിംഗും റഫീഖും.
പിന്നെ റെഡ് വൈനിൽ ഞാനൊരു കഥാപാത്രം ചെയ്തിരുന്നു. അത് പിന്നെ ആട്, പപ്പേട്ടൻ ഫ്രം 1983, വെടിവഴിപാടിലെ സഞ്ജയ്, പിന്നെ മുല്ലയിലെ മൈനസ് എൻ്റെ മൊസ്റ്റാച്ച്, മുല്ലയിലെ CI ഭരതൻ. അങ്ങനെ മിക്കവാറും ഞാൻ ചെയ്ത പടങ്ങളിലെ ക്യാരക്ടേഴ്സൊക്കെ ഇഷ്ടമാണ്. സാറേ ഇവിടെ ഇവിടെ സാറ് വരുന്ന പ്രമാണിച്ച് ഞങ്ങൾ എല്ലാരും നല്ല ഡ്രസ് ഇട്ടോണ്ടാ വന്നേക്കുന്നത്. ആരെങ്കിലും സാറൊന്ന് സിനിമയിൽ എടുക്കുവോ? ഒരു ചാൻസ് ആർക്കെങ്കിലും. ഞാൻ ആരെങ്കിലും സെലക്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ പടം സംവിധാനം ചെയ്യാനുള്ള ഒരു പരിപാടി ഇല്ല. പടം സംവിധാനം ഞാൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആരെങ്കിലും ഒരാളെ നമുക്ക് അഭിനയിപ്പിക്കാം. ഞാനൊരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയായിരുന്നു. അത് കുറെ പേർക്ക് അറിയില്ല. ഞാനത് പലപ്പോഴും മറച്ചു വയ്ക്കാറുണ്ട്. പടം ഓടില്ല. മൈ ഫാൻ രാമു എന്നാണ് ആ പടത്തിന്റെ പേര്. എൻ്റെ സുഹൃത്ത് സിംഗർ നിഖിലാണത് ഡയറക്റ്റ് ചെയ്തത്. ഞാനും നിഖിലും കൂടെയാണത് എഴുതിയത്. രാജീവ് പിള്ളയും ഞാനും ആണ് സെൻട്രൽ ക്യാരക്ടേഴ്സ് ചെയ്തത്. ശരിക്കും എനിക്ക് വേണ്ടി തന്നെ ഞാൻ എഴുതിയൊരു പടമായിട്ട് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത്. പക്ഷെ അതിൽ കാര്യമില്ലെന്ന് മനസ്സിലായി. പിന്നെ റൈറ്റിങ്ങും ഡയറക്ഷനൊക്കെ കുറച്ചുകൂടെ തലയുള്ള ആൾക്കാരുടെ ജോലിയാണ്. അതിന് കുറച്ചുകൂടെ തല വേണം. അപ്പൊ ആ ഒരു ബ്രെയിനിന്റെ ഏത് സൈഡിൽ നിന്നാണ് ഈ ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഒക്കെ വരുന്നത്, അത് ആ ഒരു ഏരിയ എൻ്റെ അങ്ങനെ വർക്ക് ചെയ്യാറില്ല. അപ്പം തൽക്കാലം ആക്ടിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹം സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം അത് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇപ്പം താങ്കൾ ചോദിച്ച പോലെ ഡയറക്ടർ, അന്നത്തെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോണ പടത്തിന്റെ ഡയറക്ടറും റൈറ്ററും സമ്മതിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് കാസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഹലോ, ഇവിടെ ആ ഹലോ, അത് പൊളിച്ചു. ഇറ്റ്സ് ഓക്കെ. ഒരു റൊമാൻറ്റിക് മൂവി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആരുടെ കൂടെ? റൊമാൻറ്റിക് മൂവി ചെയ്യാൻ താല്പര്യമുണ്ട്. എൻ്റെ മുഖം അതിന് പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാര്യ പറയുന്നത് കറക്റ്റാണെന്നാണ് പറയണത്. പക്ഷേ നാട്ടുകാർക്ക് അത് തോന്നുന്നില്ല. പക്ഷേ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമല പോളാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ കുറെ പെൺകുട്ടികളുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഒരു ചാൻസ് കൊടുക്കുവോ? എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ്. എല്ലാവരും സിനിമയിലെടുക്കും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. ഇത്രയും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ചീഫ് ഗസ്റ്റ് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. താങ്ക് യു സോ മച്ച്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, യുവർ ചീഫ് ഗസ്റ്റ് ഫോർ ടുഡേ, സൈജു കുറുപ്പ്. Dr. Rajan George Panikar, the bursar of MBC since 2011. He is an efficient administrator and has been a huge support for all the activities of the college. We welcome you, sir, for felicitation. ഒരു പ്രസംഗം പറഞ്ഞ് നിങ്ങളെ രസം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇന്നത്തെ നമ്മുടെ താരവും മലയാള ചലച്ചിത്ര രംഗത്തെ സൂപ്പർ സ്റ്റാറായി ഉദിച്ചു വരാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സൈജു കുറുപ്പ് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ താരത്തിന് ഇത്രമാത്രം ജാടയില്ല എന്നും സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറയുമെന്നുള്ളത് ഒരു പുതിയ അറിവായിരുന്നു. ഈ ലാളിത്യവും ഈ സത്യസന്ധതയും നിങ്ങളുടെ കലാലോകത്തെ ജീവിതത്തിൽ തീർച്ചയായും പുതിയ മാനങ്ങൾ തേടുവാൻ ഈശ്വരൻ എല്ലാ അനുഗ്രഹവും തരുമെന്നുള്ളതിന് സംശയമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സൂപ്പർ സ്റ്റാറായി മലയാള ചലച്ചിത്ര രംഗത്ത് തിളങ്ങുവാൻ അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താണ്ഡവ 2K16 പ്രിൻസിപ്പൽ സാർ സൂചിപ്പിച്ചതുപോലെ താണ്ഡവ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുക ഒരു രൗദ്രഭാവമാണ്.
അതതിൻ്റെ മലയാളത്തിലുള്ള പൂർണ്ണമായ അർത്ഥം എന്ന് പറയുന്നത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ താണ്ഡവ 2016 നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാനുള്ള ഒരു അവസരമായി മാറട്ടെ. ആ തുള്ളിച്ചാട്ടം ഇന്നുകൊണ്ട് അവസാനിക്കാതെ വരും ദിനങ്ങളിലെല്ലാം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, ഈ താണ്ഡവ അതിൻ്റെ രൗദ്രഭാവം ചില സന്ദർഭങ്ങൾ എടുക്കുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. ദക്ഷൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ പുത്രിയായിരുന്ന സതീദേവിയെ വിവാഹം കഴിച്ചിരുന്നത് ലളിത ജീവിതം കൊണ്ട് ഏറെ പ്രഖ്യാപിതനായ ഭഗവാൻ ശിവനായിരുന്നു. ഒരു രാജാവായി തീർന്നിരുന്ന ദക്ഷന് തൻ്റെ മകളുടെ ഭർത്താവ് ഇത്രമാത്രം ലളിത ജീവിതം നയിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ക്രമീകരിക്കപ്പെട്ടിരുന്ന ഒരു മഹായാഗത്തിലേക്ക് തൻ്റെ മകളെയും മകളുടെ ഭർത്താവിനെയും അദ്ദേഹം ക്ഷണിച്ചില്ല. ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, ഭഗവാൻ ശിവന്റെ ലളിത ജീവിതം. എന്നാൽ ആ മഹായാഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ശിവന്റെ ഭാര്യയായ സതീദേവി അവിടെ ചെല്ലുന്നു. മഹാരാജാവിൽ നിന്ന് ഏറെ അവഗണനയും അപമാനവും ലഭിച്ചതുകൊണ്ട് ആ സതീദേവി അഗ്നികുണ്ഡത്തിലേക്ക് ചാടി മരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഭഗവാൻ ശിവൻ രൗദ്രഭാവത്തിൽ താണ്ഡവമാടുന്നത്. അവഗണനയ്ക്കെതിരെ, അഹങ്കാരത്തിനെതിരെ, അഹംഭാവത്തിനെതിരെയുള്ള താണ്ഡവമായിരുന്നു അവിടെ നടന്നത്. അതുകൊണ്ട് താണ്ഡവത്തിന്റെ രൗദ്രഭാവം എന്ന് പറയുന്നത് ദുഷ്ടശക്തികളെ, തിന്മകളെ നശിപ്പിക്കുന്ന താണ്ഡവമാണ്. അതുകൊണ്ട് ദുഷ്ടശക്തികളെ നശിപ്പിച്ചുകൊണ്ട് സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന ആനന്ദത്തിന്റെ നൃത്തം ചെയ്യുവാൻ നിങ്ങൾക്കിടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തും. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ പ്രദീപ് സാർ, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി, നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നല്ല സിനിമാ നടൻ എന്ന തലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട സൈജു കുറുപ്പ് സാർ, കോളേജിന്റെ ബർസാർ രാജൻ ജോർജ് പണിക്കർ സാർ, റോജ സാർ, യൂണിയൻ ഭാരവാഹികളെ, പ്രത്യേകിച്ച് ആർട്സ് ക്ലബ് സെക്രട്ടറി അലൻ, ബഹുമാനപ്പെട്ട വകുപ്പ് മേധാവികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരല്പം തിയോളജിക്കലായ ആശംസയായാലോ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ട സൈജു സാറ് ഇവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അറിയാതെ ഒരു സ്വപ്നം കണ്ടുപോയി. ഉറക്കത്തിലല്ല, ബോധത്തിൽ.